ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് പേടിഎം പാർട്ട് 2 ആണ്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പേടിഎമ്മിൽ എങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാമെന്ന് പഠിച്ചിരുന്നു. രണ്ടാമത്തെ പാർട്ടിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പേടിഎമ്മിൽ എങ്ങനെ പണം ആഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ചാണ്. അതിനായിട്ട് ഞാനിവിടെ എൻ്റെ പേടിഎം ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു എങ്ങനെയാണ് പേടിഎമ്മിൽ സൈനപ്പ് ചെയ്യുന്നത്, അതേപോലെ സൈൻ ഇൻ ചെയ്യാൻ സാധിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ. ഞാനിപ്പോൾ ഓൾറെഡി ഈ അക്കൗണ്ടിൽ സൈൻ ഇൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പണം ആഡ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് നിങ്ങളുടെ കയ്യിൽ ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ നിങ്ങൾക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാം. പണം ആഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ആഡ് മണി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യണം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ പേടിഎമ്മിൽ പേടിഎം ബാലൻസ് 0 ആണ്. എൻ്റെ പേടിഎം വാലറ്റിലേക്ക് ഒരു 20 റുപ്പീസ് ആഡ് ചെയ്യാൻ പോവുകയാണ് എൻ്റെ ബാങ്കിൽ നിന്നും. അതെങ്ങനെയാണെന്നാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ എത്ര രൂപയാണ് നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ടത്, അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ താഴെയായിട്ട് വാലറ്റ് യൂസേജ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 0 to 20,000 പെർ മന്ത് വാലറ്റ് യൂസേജ് ലിമിറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അതേപോലെ അപ്ഗ്രേഡ് യൂസേജ് ലിമിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ ഡീറ്റെയിൽസും പാൻ കാർഡിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെർ മന്തിലുള്ള 20,000 എന്നുള്ളത് നിങ്ങൾക്ക് കൂട്ടാൻ സാധിക്കും. ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. എനിക്കിവിടെ 20 റുപ്പീസാണ് ആഡ് ചെയ്യേണ്ടത്. ഞാനതുകൊണ്ട് ഇവിടെ 20 റുപ്പീസ് കൊടുത്തു. അതിനുശേഷം ആഡ് മണി എന്നുള്ള ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ വന്നു. ഇവിടെ നിന്നാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. ഇവിടെ ഡെബിറ്റ് കാർഡാണ് ഇപ്പോൾ സെലക്ട് ആയിരിക്കുന്നത്. താഴെയായിട്ട് ക്രെഡിറ്റ് കാർഡ് അതേപോലെ നെറ്റ് ബാങ്കിങ് 2 ഓപ്ഷനുകളുണ്ട്. നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഡെബിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും പേയ്മെൻറ്റ് നടക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ ഡെബിറ്റ് കാർഡ് തന്നെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങളുടെ ATM കാർഡിൽ കാർഡ് നമ്പർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. നിങ്ങളുടെ ATM കാർഡിലെ കാർഡ് നമ്പർ ഈ കാണുന്ന ഭാഗത്ത് കൊടുക്കുക. അതിനുശേഷം അതിൽ എക്സ്പയറി ഡേറ്റും അതേപോലെ ഇയറും കാണും. അത് നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നിങ്ങളുടെ ATM കാർഡിൻ്റെ പിറകുവശത്തായിട്ട് CVV എന്ന് പറയുന്ന ഒരു നമ്പർ കാണും. അത് നിങ്ങൾ ഇവിടെ കൊടുക്കും. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം ATM കാർഡിൻ്റെ കാർഡ് നമ്പർ അതേപോലെ CVV നമ്പർ തുടങ്ങിയത് എവിടെ ലഭിക്കുമെന്നുള്ളത് ഈ സ്ക്രീനിൽ നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുത്തു, ATM കാർഡിലുള്ള ഡീറ്റെയിൽസ് കൊടുത്തു, ഡെബിറ്റ് കാർഡാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം പേ നൗ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു 1 ടൈം പാസ്വേഡ് വരും. ഇങ്ങനെ ഒരു ഓപ്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് ഓപ്പൺ ആയി വരുന്നത്. മാസ്റ്റർ കാർഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഫസ്റ്റ് ടൈം പേയ്മെൻറ്റ് ചെയ്യുന്നവരാണെങ്കിൽ, ATM കാർഡ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കത്തില്ല വരുന്നത്. നിങ്ങൾക്കൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അത് നിങ്ങൾ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. ഞാൻ ഓൾറെഡി ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യുന്നതായതുകൊണ്ട് ഇവിടെ ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ സബ്മിറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു പാസ്വേഡ് എൻ്റെ മൊബൈലിലേക്ക് വരും. ഇപ്പോൾ ഒരു പാസ്വേഡ് എൻ്റെ മൊബൈലിലേക്ക് വന്നിട്ടുണ്ട്. ഞാനത് ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങളുടെ ബാങ്കിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറും അതേപോലെ നിങ്ങളുടെ ATM കാർഡും മറ്റൊരാൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബാങ്കിൽ നിന്നും മറ്റൊരാൾക്ക് നിങ്ങൾ അറിയാതെ പണം ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. അതായത് മൊബൈൽ നമ്പർ, നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ നഷ്ടപ്പെടാതെ നോക്കുക. അതിനോടൊപ്പം നിങ്ങളുടെ ATM കാർഡും ഒരുമിച്ച് നഷ്ടപ്പെടാതെ നോക്കുക. വളരെ ശ്രദ്ധയോടെ വേണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. കാരണം 1 ടൈം പാസ്വേഡ് നിങ്ങളുടെ മൊബൈലിലേ വരത്തുള്ളൂ, രജിസ്റ്റേർഡ് ആയിട്ടുള്ള മൊബൈലിൽ. അതിൽ നിന്നും ആ പാസ്വേഡ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ ട്രാൻസാക്ഷൻ നടക്കൂ. അല്ലാതെ ഒരു രീതിയിലും നിങ്ങളുടെ ബാങ്കിൽ നിന്നും ആർക്കും പണം എടുക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾ മൊബൈൽ നമ്പരും ATM കാർഡും വളരെ ഭദ്രമായിട്ട് അതിൻ്റെ പാസ്വേഡും കാര്യങ്ങളും ഒക്കെ വളരെ ഭദ്രമായിട്ട് തന്നെ നിങ്ങൾ സൂക്ഷിക്കുക. ഇനിയും ചെയ്യേണ്ടത് സബ്മിറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക എന്നുള്ള ഒരു ഓപ്ഷനാണ്. ഞാൻ സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പേയ്മെൻറ്റ് സക്സസ് ആയി. ഓർഡർ സമ്മറിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. 20 റുപ്പീസ് ഇപ്പോൾ എൻ്റെ പേടിഎം വാലറ്റിലേക്ക് ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ ബാക്ക് ചെയ്തു. അതിനുശേഷം പേടിഎം വാലറ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കുകയാണ്. നോക്കുക, പേടിഎം വാലറ്റിൽ ഇപ്പോൾ 20 റുപ്പീസ് ബാലൻസ് വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ആദ്യം എൻ്റെ പേടിഎം വാലറ്റിൽ 0 ബാലൻസ് ആയിരുന്നു. ഇപ്പോൾ 20 റുപ്പീസ് വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് ഈ കാര്യങ്ങൾ. അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് എങ്ങനെ പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതാണ്. ഈ വീഡിയോയിൽ നമ്മൾ കണ്ടത് എങ്ങനെ പണം പേടിഎമ്മിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. ഓക്കെ, അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി ഭാഗം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ അതിന് നിങ്ങൾക്ക് റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതാണ്. അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾ എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യുക.
യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.